ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ തുടരും എന്ന ചിത്രം നമ്മുടെ തിയേറ്ററുകളിൽ വിജയകുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് സിനിമകളുമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഒന്നാമതായി ലാലേട്ടൻ്റെ സിനിമയാണ് ഹൃദയപൂർവ്വം. സത്യൻ അന്തിക്കാടിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവ്വം വളരെ മനോഹരമായ ഒരു സിനിമയെന്നാണ് കേൾക്കാൻ തുടങ്ങിയത്. മാളവിക മോഹൻ, സിദ്ദീഖ്, ലാലു അലക്സ്, സംഗീത തുടങ്ങിയ വമ്പൻ താരനിരകളുമായിട്ടാണ് ഹൃദയപൂർവ്വം എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നത്. ആശീർവാദ സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ സിനിമ ഓണം റിലീസായി തിയേറ്ററിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമതായി എം എൻ എന്നുള്ളത് ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. മോഹൻലാൽ, മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, ദർശന രാജേന്ദ്രൻ, ഫഹദ് ഫാസിൽ, രഞ്ജി പണിക്കർ, സിദ്ദിഖ് തുടങ്ങിയ വമ്പൻ താരനിരകളാണ് എം എൻ എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. ഇത് ഒരു താൽക്കാലിക പാൻ ഇന്ത്യൻ ചിത്രം എന്ന രീതിയിലാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത്. മലയാളത്തിലെ തന്നെ തിരക്കേറിയ സംവിധായകനായ ടേക്ക് ഓഫ്, മാലിക് തുടങ്ങിയ സിനിമകളുടെ സംവിധാനം മകേഷ് നാരായണനാണ് ഈ സിനിമയുടെ നിർമ്മാണം. അതുപോലെ തന്നെ ആൻഡോ ജോസഫാണ്. അടുത്തതാണ് ദൃശ്യം 3. നമുക്കറിയാം ദൃശ്യം 1ഉം 2ഉം വളരെ മികച്ച രീതിയിൽ തന്നെ തിയേറ്ററിൽ പ്രദർശനം നടത്തുകയും വളരെ നല്ല രീതിയിൽ തന്നെ ലാഭം കൊയ്യുകയും ചെയ്ത സിനിമയാണ്. ജിത്തു ജോസഫാണ് ഇതിന് സംവിധാനം. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ സിനിമ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ദൃശ്യം 1ഉം 2ഉം ഇറങ്ങിയപ്പോൾ വളരെയേറെ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയ ചിത്രം കൂടിയാണ് ദൃശ്യം. അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും ചർച്ചയ്ക്കെടുക്കുകയും അതിൻ്റെ എന്താണ് സംഭവിക്കുന്നതെന്ന് അങ്ങേയറ്റം ഉത്കണ്ഠയോടുകൂടി നോക്കിക്കാണുകയും ചെയ്ത ഒരു സിനിമ കൂടിയാണ് ദൃശ്യം. ഇതുകൂടാതെ മറ്റ് അന്യഭാഷാ ചിത്രങ്ങളും മോഹൻലാലിൻ്റേതായിട്ട് തിരക്കഥയിൽ ഒരുങ്ങുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വൃക്ഷഭ, കണ്ണപ്പ, ജയിലർ തുടങ്ങിയ സിനിമകൾ. ജയിലർ എന്ന സിനിമയിൽ രജനീകാന്തിനൊപ്പം ചെറിയൊരു റോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ റോൾ വളരെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനും പ്രേക്ഷക ശ്രദ്ധ ഏറ്റെടുക്കുവാനും മോഹൻലാലിന് സാധിച്ചിരുന്നു. വളരെയധികം ആൾക്കാർ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു റോൾ കൂടിയായിരുന്നു ജയിലറിലെ മോഹൻലാലിൻ്റെ വേഷം. മുണ്ട് മടക്കി കുത്തി മീശ വിരിച്ചുമുള്ള മോഹൻലാലിന് പകരം 90കളിലെ പഴയ മോഹൻലാലിനെയാണ് തുടരും സിനിമയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു മോഹൻലാലിനാണ് ഇന്നത്തെ കുടുംബ പ്രേക്ഷകർ അധികവും കാണാൻ ആഗ്രഹിക്കുന്നതും. തുടരും സിനിമയിലെ മോഹൻലാൽ ശോഭന കോംബോയും പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. ചിത്രത്തിലെയും തൂവാനത്തുമ്പികളിലെയും നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകളിലെയും ലാലേട്ടനെ ആരും തന്നെ മറന്നു കാണാനിടയില്ല. എന്തായാലും 2025 ലാലേട്ടൻ്റെ ചിത്രം കൊണ്ട് തിയേറ്ററുകാർ വളരെയധികം ലാഭം നേടിയിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുവാണെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു.